ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നോമ്പ് തുറക്കുമ്പോഴും ഈവനിങ് സ്നാക്സ് ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. മീഡിയം സൈസിലുള്ള 2 സവോള ചെറുതായി കട്ട് ചെയ്തതിലേക്ക് ഇട്ടു. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് വേവിച്ചെടുത്ത ബീഫ് ആണ്. ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നിർബന്ധമില്ല, ഞാനൊരു ക്രിസ്മസിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. ഇതിനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കും. ഇതിന് അത്യാവശ്യം തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിന് 2 സൈഡിലും വെച്ച് കൊടുക്കാം. ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒട്ടും ക്യാപ്പ് വരാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാൻ ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലതുപോലെ ചൂടാൻ ശേഷം ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി ഒരു വശം മൂത്ത് വന്നാൽ തിരിച്ച് മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഇറച്ചിപ്പത്തിരി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.